എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിബി രാജേഷ്. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചന. വി.എസ്. സുനിൽകുമാർ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെതിരായ അന്വേഷണം CBI അന്വേഷിക്കണമെന്ന് വി.ഡി. സതീശൻ. പാപ്പനംകോട് ഇൻഷുറൻസ് കമ്പനി ഓഫീസിൽ തീപിടുത്തം. 2 പേർക്ക് ദാരുണാന്ത്യം. നടൻ മുകേഷ് വടക്കാഞ്ചേരിയിൽ വെച്ചും നടിയെ കയറി പിടിച്ചെന്ന് കെ. മുരളീധരൻ. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ മോഷണം പോയ സ്വകാര്യ ബസ് കണ്ടെത്തി. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി തൃശൂർ പൂരം കലക്കിയെന്ന് ഋഷി പൽപു. പുരസ്കാരങ്ങൾ ഒലിച്ചു പോകുന്നത് കണ്ടപ്പോൾ മനസ്സ് വിഷമിച്ചെന്ന് സംവിധായകൻ റഷീദ് പാറയ്ക്കൽ. മുറിവാലൻ കൊമ്പൻ ചെരിഞ്ഞത് ദുരൂഹത. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചന. വി.എസ്. സുനിൽകുമാർ. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ പോലീസിന് പങ്കുണ്ടെന്ന് CPI നേതാവ് വി.എസ്. സുനിൽകുമാർ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് അലങ്കോലമാക്കിയത്. പകൽ സമയത്ത് പ്രശ്നമില്ലായിരുന്നുവെന്നും രാത്രി പൂരമാണ് നിർത്തിയതെന്നും സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുനിൽകുമാർ. പൂരം കലക്കിയതിന്റെ ഗുണഭോക്താക്കളാണ് പൂരം കലക്കിയതിന് പിന്നിൽ. നേതൃത്വം കൊടുത്തത് ആരായാലും പുറത്തു വരണം. ADGP അജിത് കുമാറിന് പങ്കുണ്ടോ എന്ന് നേരിട്ടറിയില്ല. അൻവർ പറഞ്ഞ വിവരമേ ഉള്ളൂ. BJP സ്ഥാനാർത്ഥി RSS നേതാക്കൾക്കൊപ്പമാണ് വന്നത്. പൂരം കലക്കിയത് യാദൃശ്ചികമായല്ല. പോലീസ് മാത്രമല്ല, പൂരത്തിന്റെ നടത്തിപ്പുകാർക്കും പങ്കുണ്ട്. അന്ന് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെതിരായ അന്വേഷണം CBI അന്വേഷിക്കണമെന്ന് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെതിരായ അന്വേഷണം CBI അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി ഉപജാപക സംഘത്തിന്റെ പിടിയിലാണെന്നും ആരോപണ വിധേയരെ ഉൾപ്പെടുത്തിയുള്ള അന്വേഷണം വെറും പ്രഹസനമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ശക്തമായ ആരോപണമുണ്ടായിട്ടും അതേക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്താതെ പ്രഹസനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ആരോപണ വിധേയരായ ഉപജാപക സംഘത്തിന്റെ ചൊൽപ്പടിയിൽ അവരെ ഭയന്നാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. അവരെന്തെങ്കിലും വെളിപ്പെടുത്തുമോ എന്ന ഭയമാണ് അദ്ദേഹത്തിന്. SP സുജിത് ദാസും MLAയും തമ്മിലുള്ള ഫോൺ സംഭാഷണം കേരളത്തെയാകെ ഞെട്ടിച്ചു. 3 സഹപ്രവർത്തകരെക്കുറിച്ചാണ് അയാൾ അസംബന്ധം പറഞ്ഞത്. ADGPയുടെ ഭാര്യയുടെ സഹോദരന്മാർ പണമുണ്ടാക്കുന്നു. ADGP കള്ളനാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് എന്നൊക്കെ ഒരു SP പറയുന്നു. ആ SPയും സർവീസിൽ ഇരിക്കുകയാണ്. ഇതെന്തു പോലീസാണ്? പോലീസ് സേന ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ട ഇന്നത്തേതുപോലൊരു അവസ്ഥ ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇത് 2ാം തവണയാണ് സ്വർണ്ണക്കടത്ത് ആരോപണം ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എന്താണ് സ്വർണത്തോട് ഇത്ര ഭ്രമം? ഭരണകക്ഷി MLA ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കേണ്ടേ? അത് ഇല്ലാത്തപ്പോൾ അയാൾ ഉന്നയിച്ച ആരോപണം ശരിയാണ് എന്നല്ലേ? ആരോപണ വിധേയരെ നിലനിർത്തിക്കൊണ്ടാണോ അന്വേഷണം നടത്തേണ്ടത്? കേരളത്തിലെ CPMനെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. CPM ബംഗാളിലേതുപോലെ കേരളത്തിൽ തകർന്നു പോകുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. തൃശൂർ പൂരം കലക്കിയതാണെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. അതിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല. 2 ദിവസം ഒരു കമ്മീഷണർ അവിടെ അഴിഞ്ഞാടി എന്നാണ് പറയുന്നത്. എന്നിട്ട് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ അനങ്ങിയില്ല. ഞങ്ങളുടെ ആരോപണം അടിവരയിടുകയാണ് ഇപ്പോൾ. എല്ലാ അഴിമതികളുടെയും കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, വി.ഡി. സതീശൻ പറഞ്ഞു. പാപ്പനംകോട് ഇൻഷുറൻസ് കമ്പനി ഓഫീസിൽ തീപിടുത്തം. 2 പേർക്ക് ദാരുണാന്ത്യം. പാപ്പനംകോടുള്ള ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ തീപിടുത്തം. 2 പേർ മരിച്ചു. സ്ഥാപനത്തിലെ ജീവനക്കാരി വൈഷ്ണയും ഓഫീസിൽ എത്തിയ മറ്റൊരു സ്ത്രീയുമാണ് മരിച്ചത്. ഇരുവരുടെയും ശരീരം കത്തിക്കരിഞ്ഞ നിലയിലാണ് ഓഫീസിൽ നിന്ന് കണ്ടെടുത്തത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. മുകൾ നിലയിൽ പ്രവർത്തിച്ച ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസ് പൂർണ്ണമായി കത്തിനശിച്ചു. റോഡരികിൽ താഴത്തെ നിലയിൽ സ്ഥാപനങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല. തീ ആളിപ്പടർന്ന് ഓഫീസിലെ ഫർണിച്ചറുകളടക്കം കത്തിനശിച്ചു. തീ ആളിപ്പടർന്നതിന് പിന്നാലെ ഓഫീസിന്റെ ജനൽ ചില്ലുകൾ പൊട്ടിത്തെറിച്ചു. തീ അതിവേഗമാണ് ആളിപ്പടർന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നടൻ മുകേഷ് വടക്കാഞ്ചേരിയിൽ വെച്ചും നടിയെ കയറി പിടിച്ചെന്ന് കെ. മുരളീധരൻ. ഭരണകക്ഷി MLAക്കെതിരെ ഭരണകക്ഷി തന്നെ കേസെടുക്കുമ്പോൾ രാജിവെക്കേണ്ടതില്ലേ എന്ന് കെ. മുരളീധരൻ.
നടൻ മുകേഷ് വടക്കാഞ്ചേരിയിൽ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവിടെയും നടിയെ കയറിപ്പിടിച്ചുവെന്ന് കെ മുരളീധരൻ പറഞ്ഞു. നടിമാരെ മാത്രമല്ല അമ്മമാരെയും കയറിപ്പിടിച്ചു. നടൻ മുകേഷിന് കാര്യമായി ചികിത്സിക്കേണ്ട ഞരമ്പു രോഗമുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ മോഷണം പോയ സ്വകാര്യ ബസ് കണ്ടെത്തി. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ മോഷണം പോയ സ്വകാര്യ ബസ് കണ്ടെത്തി. ബസിന്റെ പഴയ ഡ്രൈവർ ഷംനാദാണ് ബസ് കടത്തിക്കൊണ്ടുപോയത്. ശേഷം ബസ് ഗുരുവായൂർ മേൽപ്പാലത്തിന് കീഴിൽ ഉപേക്ഷിക്കുകയായിരുന്നു. രാത്രിയിൽ മറ്റ് യാത്രാമാർഗങ്ങളില്ലാത്തതിനാൽ ബസ് എടുത്തുകൊണ്ടു പോയതെന്ന് ഡ്രൈവർ പോലീസിന് മൊഴി നൽകി. കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ ഓടുന്ന ഷോണി എന്ന സ്വകാര്യ ബസ്സാണ് കാണാതായത്. ചൊവ്വാഴ്ച പുലർച്ചെ 4:10 ബസ് എടുക്കുന്നതിനായി ഡ്രൈവർ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ബസ് കാണാനില്ലെന്ന വിവരം അറിയുന്നത്. കുന്നംകുളം പുതിയ സ്റ്റാൻഡിൽ നിന്നാണ് ബസ് മോഷണം പോയത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് 4:13 ബസ് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിലെ CCTV ക്യാമറയിലും 4:19 ചാട്ടുകുളത്തെ CCTV ക്യാമറയിലും മോഷ്ടാവ് ബസ് ഓടിച്ചു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പഴയ ഡ്രൈവർ തന്നെ പിടിയിലാവുന്നത്. പ്രതി മദ്യലഹരിയിലാണോ എന്ന് പരിശോധിച്ചു വരികയാണ് പോലീസ്. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി തൃശൂർ പൂരം കലക്കിയെന്ന് ഋഷി പൽപു. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി തൃശൂർ പൂരം കലക്കിയത് BJP സംസ്ഥാന പ്രസിഡന്റും ADGP അജിത് കുമാറും തമ്മിലുള്ള ഗൂഢാലോചനയാണെന്ന് പകൽ വെളിച്ചം പോലെ തെളിയുകയാണെന്ന് INTUC ആഭരണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഋഷി പൽപു പ്രസ്താവനയിൽ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി ഭരണകക്ഷിയിലെ ഒരു പ്രമുഖ MLA തന്നെ ADGP അജിത് കുമാറിനെക്കുറിച്ചും പൂരം കലക്കിയതിനെ സംബന്ധിച്ചും നിരവധി വിവരങ്ങൾ പുറത്തുവിട്ടിട്ടും കെ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നോ യാതൊരു പ്രതികരണവും ഉണ്ടാകാത്തത് പൂരം കലക്കി മുതലെടുപ്പ് നടത്തിയതിലുള്ള കുറ്റസമ്മതമായി കണക്കാക്കാവുന്നതാണ്. അതല്ല, പൂരപ്രേമവും ഹൈന്ദവ സ്നേഹവും കൊണ്ടാണ് അന്ന് തൃശൂരിൽ സുരേഷ് ഗോപി പ്രതിഷേധിച്ചെങ്കിൽ ഇപ്പോൾ ഭരണപക്ഷത്തു നിന്ന് തന്നെ സുവ്യക്തമായ തെളിവ് നൽകിയിട്ടും മൗനം പാലിക്കുന്ന എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. ADGP അജിത് കുമാറുമായുള്ള BJPയുടെ അടുപ്പം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സുരക്ഷാ വിഭാഗം കേരള പോലീസിൽ നിന്ന് ഈ വിവാദ ADGPയുടെ സേവനമാണ് ആവശ്യപ്പെട്ടത്. അതിൽ നിന്നൊക്കെ അന്തർധാരകൾ വ്യക്തമാണ്. ഇനി സംസ്ഥാന പോലീസിൽ അദ്ദേഹത്തിന്റെ സേവനം വേണ്ടെന്ന് വെച്ചാലും കേന്ദ്ര സർവീസിലേക്ക് എപ്പോൾ പോയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതാണ് BJP അജിത് കുമാർ ബന്ധത്തിന്റെ ആഴമെന്നും ഋഷി പൽപു പറഞ്ഞു. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. പുരസ്കാരങ്ങൾ ഒലിച്ചു പോകുന്നത് കണ്ടപ്പോൾ മനസ്സ് വിഷമിച്ചെന്ന് സംവിധായകൻ റഷീദ് പാറയ്ക്കൽ. സമ്മാനങ്ങളും പുരസ്കാരങ്ങളും വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നത് കണ്ടപ്പോൾ മനസ്സ് വിഷമിച്ചുവെന്ന് സിനിമാ സംവിധായകൻ റഷീദ് പാറയ്ക്കൽ. അടുത്തിടെയുണ്ടായ പ്രളയത്തിലാണ് വടക്കാഞ്ചേരി പുഴയോരത്ത് താമസിക്കുന്ന റഷീദ് പാറയ്ക്കലിൻ്റെ വീട്ടിൽ വെള്ളം കയറിയത്. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന നിരവധി പുരസ്കാരങ്ങൾ വെള്ളത്തിൽ കൂടി ഒലിച്ചുപോയി. കനത്ത മഴയിലെ വെള്ളക്കെട്ടും മുന്നറിയിപ്പില്ലാതെ വാഴാനി ഡാമിലെ വെള്ളം തുറന്നുവിട്ടതുമാണ് ഈ പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം കയറാൻ കാരണമായതെന്ന് റഷീദ് പാറയ്ക്കൽ പറഞ്ഞു. ഭീകരമായ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വടക്കാഞ്ചേരിയിൽ ഇപ്പോൾ അടുത്തിടെയായിട്ട് പ്രകൃതി വല്ലാതെ കോപിക്കുന്നുണ്ട്. ഞാൻ വടക്കാഞ്ചേരി പുഴയുടെ പരിസരത്ത് താമസിക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഈ സ്ഥലം വാങ്ങിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. പണ്ടെങ്ങോ ഒരു തവണ ചെറുതായിട്ട് വെള്ളം കയറി എന്നല്ലാതെ മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2018 ശേഷം വീണ്ടും അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വെള്ളം കയറുകയാണ്. അപ്പോൾ വെള്ളം കയറുന്നതിന് ഒരുപാട് വീട്ടുകാർ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് വീട്ടുപകരണങ്ങളൊക്കെ നശിച്ചു പോകുന്നുണ്ടെങ്കിലും ഏറ്റവും വേദനാജനകമായിട്ട് ഈ കലയെ സ്നേഹിക്കുന്നവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരു രംഗമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്.
ഒന്നും മാറ്റിവെക്കാൻ പറ്റിയില്ല. ഒരു ജീവിതം കൊണ്ട് നേടി എടുക്കുന്ന കുറേ സമ്മാനങ്ങളൊക്കെ വെള്ളത്തിലൊഴുകി പോകുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം, നിരാശ. അതിന് പ്രധാന കാരണം വ്യക്തമായിട്ട് നമുക്കറിയാം. ആ ഡാം മഴയോടൊപ്പം തുറന്നു വിടുന്നതാണ്. കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് അതിനെ ചിന്തിച്ച് അതിനുള്ളൊരു സംവിധാനം ഒരുക്കുകയാണെങ്കിൽ, കഠിനമായ ശക്തമായ മഴ വരുന്നു എന്ന് തോന്നുമ്പോൾ അതിന് അനുപാതത്തിൽ അത് ഒഴുക്കി വിടുകയാണെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. മാത്രമല്ല, ഇവിടെ പുഴ നവീകരിക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും കുറച്ചൊക്കെ ഉണ്ടെങ്കിലും അതും കാര്യക്ഷമമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വേദനകൾ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. പ്രളയത്തിൽ നിരവധി വീടുകളിലെ വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾക്ക് നാശം സംഭവിച്ചിരുന്നു. മുറിവാലൻ കൊമ്പൻ ചെരിഞ്ഞത് ദുരൂഹത. മുറിവാലൻ കൊമ്പൻ ചെരിഞ്ഞ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും സംശയാസ്പദമായ സാഹചര്യത്തിൽ വേട്ടക്കാരുടെ സാന്നിധ്യമുണ്ടോ എന്നും പരിശോധിക്കുമെന്നും വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ഇന്നലെയാണ് മുറിവാലൻ കൊമ്പൻ എന്ന ആന ചെരിഞ്ഞത്. ആനയെ പോസ്റ്റ്മോർട്ടം ചെയ്തതിനെ തുടർന്ന് ശരീരത്തിൽ നിന്നും 20ഓളം പെല്ലറ്റുകൾ കണ്ടുകിട്ടിയിരുന്നു. എയർഗൺ പോലെയുള്ള തോക്കുകൾ കൊണ്ട് വെടിവെച്ചതാകാമെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. ഇടുക്കി ജില്ലയിലെ ദേവികുളം ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട ചീനക്കലാനിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 21-ന് ചക്കക്കൊമ്പനും മുറിവാലൻ കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഇതേ തുടർന്ന് മുറിവാലൻ കൊമ്പന്റെ പുറത്ത് ആഴത്തിലുള്ള പരിക്കുകളേറ്റു. ഓഗസ്റ്റ് 30-ന് ഗുരുതരാവസ്ഥയിലായ ആന കിടപ്പിലായി. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്നും വെറ്റിനറി സർജനെത്തി ആനയെ ചികിത്സിച്ചു വരികയായിരുന്നു. ഇതിനിടെ ആനയുടെ ശരീരത്തിലെ മുറിവുകൾ പഴുത്തു തുടങ്ങിയതോടെ ആന അവശനിലയിലായി. ഇന്നലെ രാവിലെ ചിനക്കനാലിൽ വനമേഖലയിൽ ആന വീഴുകയായിരുന്നു. വനംവകുപ്പ് അധികൃതരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ചികിത്സ നൽകിയെങ്കിലും ആനയെ രക്ഷിക്കാനായില്ല. വാഹനാപകടം, വയോധികയ്ക്ക് ദാരുണാന്ത്യം. വടക്കാഞ്ചേരി അകമല വളവിൽ നിയന്ത്രണം വിട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ചേലക്കര പട്ടാണിപ്പറമ്പിൽ തുണ്ടത്ത് വീട്ടിൽ സൂസമ്മ വർഗീസ് 72 വയസ്സാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് അപകടം. ചേലക്കരയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ 4 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അപകടത്തിൽപ്പെട്ട സൂസമ്മയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിക്കുകയായിരുന്നു. ഒപ്പം യാത്ര ചെയ്തിരുന്ന ജിപ്സിക്കും പരിക്കേറ്റിട്ടുണ്ട്. ഡ്രൈവർ അടക്കം മറ്റു യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് തെളിഞ്ഞു. റോഷി അഗസ്റ്റിൻ. മുല്ലപ്പെരിയാറിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ തമിഴ്നാടിന് നിർദ്ദേശം നൽകിയ കേന്ദ്ര ജല കമ്മിറ്റിയുടെ തീരുമാനം കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് തെളിയിക്കുന്നതാണെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്നതാണ് കേരളത്തിന്റെ നയം. കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു സമഗ്രമായ സുരക്ഷാ പരിശോധന. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ, ഭൂകമ്പ പ്രതിരോധ സുരക്ഷ, പ്രളയ സുരക്ഷ, ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ ഇതിന്റെ ഭാഗമായി വരും. 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ മാറിയ കാലാവസ്ഥാ സാഹചര്യവും മറ്റും സമിതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ഉദ്യോഗസ്ഥർ വിജയിച്ചു. ഇതിനു മുൻപ് 2011-ലാണ് ഇത്തരമൊരു പരിശോധന നടത്തിയിരുന്നത്. അതുകൂടി കണക്കിലെടുക്കുമ്പോൾ കേരളത്തിന് അനുകൂലമായി ലഭിച്ച ഈ തീരുമാനം ജനങ്ങൾക്ക് ആശ്വസിക്കാൻ വക നൽകുന്നതാണ്. സ്വതന്ത്ര വിദഗ്ധന്മാർ ഉൾപ്പെടുന്ന സമിതിയാകും പരിശോധന നടത്തുക. 2021-ലെ ഡാം സുരക്ഷാ നിയമപ്രകാരം ഇങ്ങനെയുള്ള പരിശോധന 2026-ൽ മാത്രം നടത്തിയാൽ മതിയെന്ന തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ടാണ് കമ്മിറ്റി ഈ തീരുമാനം എടുത്തത്. സുരക്ഷാ പരിശോധനകളിൽ ഏതെങ്കിലും ഒന്നിൽ സുരക്ഷിതത്വം കുറവുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചാൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ കേരളത്തിന്റെ വാദത്തിന് ഫലം വർദ്ധിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ആഷിഖബുവും റീമ കല്ലിങ്കലും ലഹരി പാർട്ടിയും ലൈംഗിക ചൂഷണവും ചർച്ചയാകാത്തതെന്ത്? വിമർശനവുമായി കെ സുരേന്ദ്രൻ.
ആഷിഖ് കപൂറിനും റീമ കല്ലിങ്കലിനുമെതിരെയുള്ള യുവഗായിക ആരോപണത്തെ പിന്തുണച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആരോപണം കേരളത്തിൽ വലിയ ചർച്ചയാവാതെ പോയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് കുറിപ്പ്. ആരോപണം ലാഘവത്തോടെ കാണുന്നെന്നും സുരേന്ദ്രൻ വിമർശിക്കുന്നു. പ്രതിപക്ഷവും ആരോപണം ഗൗരവമായി എടുത്തില്ല. ആഷിഖ് കപൂറും റീമ കല്ലിങ്കലും ചേർന്ന് കൊച്ചിയിൽ മയക്കുമരുന്ന് പാർട്ടി നടത്താറുണ്ടെന്നും ഈ പാർട്ടിക്കിടയിൽ നിരവധി പെൺകുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നുമുള്ള ഗൗരവതരമായ ആരോപണമാണ് യുവഗായിക ഉന്നയിച്ചത്. NCBയും കേരളത്തിലെ പോലീസ് ഏജൻസികളും ഇക്കാര്യം സമഗ്രമായി അന്വേഷിക്കണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ആഷിഖ് കപൂറും റീമ കല്ലിങ്കലും ചേർന്ന് കൊച്ചിയിൽ മയക്കുമരുന്ന് പാർട്ടി നടത്താറുണ്ടെന്നും ഈ പാർട്ടിക്കിടയിൽ നിരവധി പെൺകുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നും ഒരു യുവഗായിക ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ടാണ് കേരളത്തിൽ വലിയ വാർത്തയും കോലാഹലവുമാവാതെ പോയതെന്നുള്ളത് ഏവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. ഒരു തുമ്പും വാലുമില്ലാതെ പറഞ്ഞ പല ആരോപണങ്ങളും ആഴ്ചകളോളം ചർച്ച ചെയ്ത മാധ്യമങ്ങളും എന്തേ ഇത് വിട്ടുകളഞ്ഞത്? മട്ടാഞ്ചേരി മാഫിയ സംഘത്തെക്കുറിച്ച് നേരത്തെ ഉയർന്ന ആരോപണങ്ങളും ഇതുപോലെ ലാഘവത്തോടെയാണ് പലരും കണ്ടത്. പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും ലീഗും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട്? എല്ലാ കാര്യത്തിലും കാടടച്ച് വെടിവെക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം നാട്ടിൽ ഉയർന്ന ഈ ആരോപണം എന്തുകൊണ്ടായിരിക്കും അദ്ദേഹവും തമസ്കരിച്ചതെന്നറിയാൻ കേരളം ആഗ്രഹിക്കുന്നു. NCBയും കേരളത്തിലെ പോലീസ് ഏജൻസികളും ഇക്കാര്യം സമഗ്രമായി അന്വേഷിക്കണം. അമാന്തം തുടർന്നാൽ നിയമ നടപടികൾ തുടങ്ങുമെന്ന് അധികൃതരെ ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ചുരുങ്ങിയ കാലയളവിൽ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഓറിക്സ് ബിൽഡേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി നടി ഭാവന ചുമതലയേറ്റു. ഓറിക്സ് ബിൽഡേഴ്സിന്റെ തൃശൂരിലുള്ള ഓഫീസിലെത്തി ഭാവന കരാറിൽ ഒപ്പുവെച്ചു. ഓറിക്സ് ബിൽഡേഴ്സ് ചെയർമാൻ അജിത് പൂലോത്ത്, മാനേജിംഗ് ഡയറക്ടർ ബാലചന്ദ്രൻ, ഡയറക്ടർ അജിത് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. പോലീസ് ചമഞ്ഞ് അതിഥി തൊഴിലാളികളിൽ നിന്ന് പണം തട്ടുന്ന യുവാവിനെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് പാലിയൂർ കറുപ്പം വീട്ടിൽ സവാദാണ് അറസ്റ്റിലായത്. WCC എനിക്കെതിരെ പലരെയും വെച്ച് കളിക്കുന്നു. ഭാഗ്യലക്ഷ്മി. സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ WCCയിൽ നിന്നും അന്നും ഇന്നും മാറി നിൽക്കുകയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേർ WCCയെ പ്രശംസിക്കുന്നുണ്ടെങ്കിലും ഭാഗ്യലക്ഷ്മി ഇതിന് തയ്യാറാകുന്നില്ല. ഇപ്പോഴിതാ ഇതേക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. അവരോടുള്ള എതിർപ്പുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ തുറന്നു പറഞ്ഞതാണ്. അവർ എന്നെ ശത്രുവായാണ് കാണുന്നത്. ഏതു സംഘടനയായാലും തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. WCCയുടെ പല വിഷയങ്ങളിലും തനിക്ക് എതിർപ്പുണ്ടെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. അവർ കളക്റ്റീവ് അല്ല, സെലക്റ്റീവ് ആകുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് നേരെ ആരോപണം വരുമ്പോൾ അവർ നിശബ്ദരായിരിക്കും. അവരുടെ എതിരാളികൾക്ക് നേരെ എന്തെങ്കിലും വരുമ്പോൾ അവർ പുറത്തേക്ക് വരും. അമ്മയുടെ നേതൃസ്ഥാനത്ത് മാറ്റം വരണം എന്ന് പറയുന്നത് പോലെ WCCയിലും മാറ്റം വരണം. WCC നായകന്മാർക്ക് വേണ്ടി മാത്രമാണോ? സിനിമാ രംഗത്ത് മറ്റ് പല മേഖലകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അവരെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അവരോട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയേണ്ടത് ഒരു വിഷയം പുറത്തു വരുമ്പോഴല്ല. BJP ദേശീയ അംഗത്വ ക്യാമ്പയിന് തുടക്കം. ഇത്തവണ 10 കോടി കടക്കുമെന്ന് മോദി. BJP ദേശീയ അംഗത്വ ക്യാമ്പയിന് തുടക്കമായി. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷായും രാജ്നാഥ് സിംഗും അടക്കമുള്ളവർ പങ്കെടുത്തു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി അധ്യക്ഷൻ JP നദ്ദയിൽ നിന്നും അംഗത്വം പുതുക്കി സ്വീകരിച്ചു. ഇത്തവണ ആകെ അംഗത്വം 10 കോടി കടക്കുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഉൾപാർട്ടി ജനാധിപത്യം മുറുകെ പിടിക്കുന്ന പാർട്ടി BJP മാത്രമാണെന്നും അതില്ലാത്ത പാർട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നതിന് നമുക്ക് ചുറ്റും ഉദാഹരണങ്ങളുണ്ടെന്നും മോദി പറഞ്ഞു. പീഡന പരാതി. ബാബുരാജിനെതിരെ കേസെടുത്ത് അടിമാലി പോലീസ്. നടൻ ബാബുരാജ് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് അടിമാലി പോലീസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. DIGക്ക് മെയിൽ വഴി നൽകിയ പരാതി അടിമാലി പോലീസിന് കൈമാറുകയായിരുന്നു. 2019 അടിമാലി കമ്പി ലൈനിലുള്ള ബാബുരാജിന്റെ റിസോർട്ടിലും എറണാകുളത്തും വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. യുവതിയുടെ മൊഴി ഓൺലൈനിൽ രേഖപ്പെടുത്തിയ ശേഷമാണ് അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ച് തുറന്നു പറച്ചിലുകളുമായി സിനിമാ മേഖലയിൽ നിന്ന് നിരവധി സ്ത്രീകളാണ് രംഗത്തെത്തുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ അതൊന്നും പറയുന്നില്ലെന്ന് ലൈംഗികാരോപണത്തിൽ സുധീഷ്. തനിക്കെതിരായ ലൈംഗികാരോപണത്തിൽ പ്രതികരണവുമായി നടൻ സുധീഷ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നും എന്നാൽ ഇപ്പോൾ അതൊന്നും പറയുന്നില്ലെന്നും സുധീഷ് പറഞ്ഞു. എന്നാൽ അധികം വൈകാതെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കുമെന്നും സുധീഷ് കൂട്ടിച്ചേർത്തു.
കോഴിക്കോട് സ്വദേശിനിയായ ജൂനിയർ ആർട്ടിസ്റ്റാണ് സുധീഷിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും അതിനുള്ള ശിക്ഷ ലഭിക്കണമെന്നും അന്വേഷിച്ച് തെളിയിക്കേണ്ട കാര്യമാണ് ഇതെന്നുമായിരുന്നു ഇത് സംബന്ധിച്ച് സുധീഷിന്റെ പ്രതികരണം. സുധീഷ് ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റായ നടി പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പരാതിയിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് 364A വകുപ്പ് പ്രകാരം ലൈംഗികാധിക്ഷേപത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സിനിമാ രംഗത്തെ ലൈംഗികാരോപണങ്ങൾ അന്വേഷിക്കാനായി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം യുവതിയുടെ മൊഴിയെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സുധീഷിന്റെ മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും എന്നാണ് വിവരം. സംഗീത സംവിധായകൻ മോഹൻ സിത്താര BJPയിൽ. പ്രമുഖ സംഗീത സംവിധായകൻ മോഹൻ സിത്താര BJPയിൽ ചേർന്നു. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിൽ നിന്നും അദ്ദേഹം അംഗത്വം സ്വീകരിച്ചു. മോഹൻ സിത്താരയ്ക്ക് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് BJP ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു. സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗത്വം പുതുക്കിയതോടെയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായത്. ജില്ലയിൽ 7 ലക്ഷം പേരെ മെമ്പർമാരാക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. ഒക്ടോബർ 15 വരെയാണ് അംഗത്വ പ്രചരണം. എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രം കോവിലിലെ ഓട്ടുവിളക്കിന്റെ തട്ടുകൾ മോഷണം പോയി. ഗുരുവായൂരിലെ മരപ്രഭുവിന്റെ ഐതിഹ്യം. എനി ടൈം സ്പെഷ്യൽ. ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിലെ ഭഗവാൻ മരപ്രഭുവായതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിരുന്ന പൂന്താനം നിത്യവും ക്ഷേത്രത്തിലെത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന പതിവുണ്ടായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയായിരുന്ന പൂന്താനം നിറഞ്ഞ ഭക്തിയോടെ സർവം മറന്ന് ജപിക്കുന്നതിനിടെ പത്മനാഭോ അമരപ്രഭു എന്ന ഭാഗം പത്മനാഭോ മരപ്രഭു എന്ന് തെറ്റിപ്പോയി. ആ സമയം അവിടെയുണ്ടായിരുന്നത് മേൽപ്പത്തൂർ നാരായണൻ ഭട്ടതിരി അടക്കമുള്ള പണ്ഡിതരാണ്. മേൽപ്പത്തൂർ വലിയ കൃഷ്ണഭക്തനും മഹാപണ്ഡിതനും ഉജ്ജ്വല കവിയും മറ്റുള്ളവർ തികഞ്ഞ ആദരവോടെ ബഹുമാനിച്ചിരുന്നയാളുമാണ്. പൂന്താനത്തിൻ്റെ പിഴവ് മേൽപ്പത്തൂരിന് സഹിച്ചില്ല. ഭഗവാൻ മരപ്രഭുവോ അമരപ്രഭു എന്ന് പറയൂ എന്ന് കടുത്ത ഭാഷയിൽ തിരുത്തും. അജ്ഞാനത്തെപ്പറ്റി പരിഹാസവും ശകാരവുമുണ്ടായി. ഇതുകേട്ട പൂന്താനത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. പെട്ടെന്ന് ശ്രീകോവിലിൽ നിന്ന് അശരീരി കേട്ടു. അതിങ്ങനെയാണ്: മരപ്രഭു തന്നെയാണ്, ഞാൻ മരപ്രഭുവാണ്. ഇതു കേട്ട പണ്ഡിതർ പൂന്താനത്തോട് മാപ്പു പറഞ്ഞു. ഗുരുവായൂരെത്തുന്ന പലർക്കും ഈ കഥയെക്കുറിച്ചറിയില്ല. ഗുരുവായൂരിനെ ആത്മീയ നഗരിയായി മാറ്റുന്നതിൻ്റെ ഭാഗമായി 1995 ഗുരുവായൂർ ക്ഷേത്ര തെക്കേ നടയിൽ മരപ്രഭുവിൻ്റെ ശില്പം സ്ഥാപിച്ചത്. ലോകത്ത് ഏറ്റവും വലിയ കളിമൺ ശില്പമാണ് ഗുരുവായൂരുള്ളത്. വൃക്ഷസങ്കല്പത്തിൽ ശരീരവും യോഗഭാവത്തിൽ ധ്യാനലീനനായ ഭഗവാന്റെ ശിരസും ഉള്ളതാണ് ശില്പം. ശില്പി ആലുവ PV രാമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ നിലമ്പൂർ അരുവക്കോട് ഗ്രാമത്തിലെ ആന്ധ്ര പൂലാല ബ്രാഹ്മണരാണ് നിലമ്പൂരിൽ നിന്നെത്തിച്ച കളിമണ്ണ് കൊണ്ട് ശില്പം നിർമ്മിച്ചത്. 650 ഇഷ്ടികകൾക്കുള്ളിൽ കളിമണ്ണ് ചാലിച്ചൊഴിച്ച് 108 തരം പച്ചമരുന്നുകൾ ചേർത്ത് 3.5 മാസം കൊണ്ടായിരുന്നു ശില്പത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. 2010 മരപ്രഭുവിന് കനക പ്രഭാമണ്ഡലവും സമർപ്പിച്ചു. മരപ്രഭുവിനെ മൂലമന്ത്രം ജപിച്ച് പ്രദക്ഷിണം ചെയ്താൽ ജന്മാന്തര ദുരിതങ്ങൾ അകലുമെന്നാണ് വിശ്വാസം. പ്രകൃതി പ്രതിഭാസമായ മഴയും മഞ്ഞും വെയിലുമാണ് മരപ്രഭുവിനുള്ള നിവേദ്യങ്ങൾ. അതിനാൽ പ്രത്യേക പൂജയോ വഴിപാടോ ഇവിടെ നടത്താറില്ല. ഗുരുവായൂരപ്പനെ ദർശിച്ച് പ്രാർത്ഥിച്ച ശേഷം മരപ്രഭുവിനെ പ്രദക്ഷിണം ചെയ്താൽ മംഗല്യഭാഗ്യസിദ്ധിയും മാറാരോഗശാന്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. മരപ്രഭുവിന് ചുറ്റുമുള്ള കനകപ്രഭാമണ്ഡലത്തിൽ അത്യപൂർവ പ്രസരണശേഷിയുള്ള മഹാപൈശാചിക ഘൃതം എന്ന നെയ്യാണ് നിറച്ചിരിക്കുന്നത്. അതിനാൽ ഇതിൻ്റെ സമീപത്തിരുന്നാൽ നെഗറ്റീവ് ഊർജത്തെ നശിപ്പിച്ച് മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ ഉണർത്തും. അതായത് മനഃശാന്തി കൈവരുമെന്ന് ചുരുക്കം. കനകപ്രഭാമണ്ഡലത്തിൽ ബ്രാഹ്മി ലിപിയിൽ മരപ്രഭുവിൻ്റെ മൂലമന്ത്രം കൊത്തിവെച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും.
തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചന VS സുനിൽകുമാർ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെതിരായ അന്വേഷണം CBI അന്വേഷിക്കണമെന്ന് VD സതീശൻ. പാപ്പനംകോട് ഇൻഷുറൻസ് കമ്പനി ഓഫീസിൽ തീപിടുത്തം, 2 പേർക്ക് ദാരുണാന്ത്യം. നടൻ മുകേഷ് വടക്കാഞ്ചേരിയിൽ വെച്ചും നടിയെ കയറി പിടിച്ചെന്ന് K മുരളീധരൻ. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ മോഷണം പോയ സ്വകാര്യ ബസ് കണ്ടെത്തി. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി തൃശൂർ പൂരം കലക്കിയെന്ന് ഋഷി പൽപു. പുരസ്കാരങ്ങൾ ഒലിച്ചു പോകുന്നത് കണ്ടപ്പോൾ മനസ്സ് വിഷമിച്ചെന്ന് സംവിധായകൻ റഷീദ് പാറയ്ക്കൽ. മുറിവാലൻ കൊമ്പൻ ചെരിഞ്ഞത് ദുരൂഹത. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.